ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തെ വെല്ലുവിളികൾക്കെതിരെ കേരളം സ്വീകരിച്ച മാർഗ്ഗങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിലും ബയോടെക്നോളജിയിലും മുന്നേറ്റത്തിനുള്ള വഴി തുറന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൃത്യമായ ചികിത്സ തേടണമെന്ന് മന്ത്രി വീണ ജോർജ്. എയർപോർട്ടുകളിൽ അവബോധം ശക്തിപ്പെടുത്താനും നിർദ്ദേശം. വള്ളംകളി ആവേശത്തിനൊരുങ്ങി പുന്നമടക്കായൽ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. രാജ്യത്തെ മികച്ച വിനോദസഞ്ചാര ഗ്രാമങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം സ്വന്തമാക്കി കടലുണ്ടിയും കുമരകവും. കർണാടകയിലെ ഷിരൂരിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം കോഴിക്കോട് സ്വദേശി അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചു. മൃതദേഹം നാളെ വീട്ടിലെത്തിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാളം പരിഭാഷയും ഉണ്ടായിരിക്കും. ആരോഗ്യ സംരക്ഷണം, വ്യവസായം, ഗവേഷണം എന്നിവയെ സമന്വയിപ്പിച്ച് കേരളത്തിന്റെ മറ്റു മേഖലകളിലും ലൈഫ് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യരംഗത്തെ വെല്ലുവിളികൾ തരണം ചെയ്യുന്നതിന് കേരളം സ്വീകരിച്ച മാർഗ്ഗങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിലും ബയോടെക്നോളജിയിലും മുന്നേറ്റത്തിനുള്ള വഴി തുറന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് സയൻസ് കോൺക്ലേവായ ബയോ കണക്റ്റിന്റെ 2ാമത് പതിപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ മെഡിക്കൽ ഉപകരണ വ്യവസായത്തിൽ കേരളത്തിന്റെ സംഭാവന വരും വർഷങ്ങളിൽ ഇരട്ടിയാക്കുമെന്ന് പരിപാടിയിൽ പങ്കെടുത്ത വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൃത്യമായ ചികിത്സ തേടണമെന്ന് മന്ത്രി വീണ ജോർജ്. വിദേശത്ത് നിന്ന് വന്ന എറണാകുളം സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൌകര്യങ്ങൾ ഒരുക്കാനും എയർപോർട്ടുകളിൽ ഉൾപ്പെടെ അവബോധം ശക്തിപ്പെടുത്താനും മന്ത്രി നിർദ്ദേശം നൽകി. പനി, തീവ്രമായ തലവേദന, കടലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് എംപോക്സിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അഭിനന്ദിച്ച് നീതി ആയോഗ് അംഗം ഡോക്ടർ വിനോദ് കെ പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ ആരോഗ്യത്തിൽ കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മാതൃമരണനിരക്കും ശിശുമരണനിരക്കും കുറയ്ക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ കേരളം നടത്തുന്ന പ്രവർത്തനങ്ങളെയും ഡോക്ടർ വിനോദ് കെ പോൾ അഭിനന്ദിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ISVS അഥവാ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം. മന്ത്രി VN വാസവനാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസനത്തിൽ ഈ നേട്ടം വലിയ നാഴികക്കല്ലാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മറൈൻ മർച്ചന്റ് ഡിപ്പാർട്ട്മെന്റാണ് ISVS അംഗീകാരം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കഴിഞ്ഞ ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ISPS താൽക്കാലിക അംഗീകാരം ലഭിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ തുടർ പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ സ്ഥിരം അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇതോടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിന്റെ ഒരു ഘട്ടം കൂടി പൂർത്തിയായി. അന്താരാഷ്ട്ര കപ്പൽ മേഖലയിൽ നിർബന്ധമായും പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളും തുറമുഖാധികാരികളും കപ്പൽ കമ്പനികളും പാലിക്കേണ്ട നാവിക തുറമുഖ സുരക്ഷാ നിർദ്ദേശങ്ങളും പരിശോധിച്ചാണ് ഈ അനുമതി നൽകിയത്. കാർഗോ, അതിവേഗ ക്രാഫ്റ്റ്, ബൾക്ക് കാരിയർ, ചരക്ക് കപ്പൽ എന്നിവയ്ക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിടാനുള്ള അനുമതിയാണ് ഇതോടെ വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിക്കുന്നത്. നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഉച്ചകഴിഞ്ഞ് 2-നാണ് ഉദ്ഘാടന ചടങ്ങ്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. രാവിലെ 11-ന് മത്സരങ്ങൾ ആരംഭിക്കും. വള്ളംകളിയോടനുബന്ധിച്ച് സുരക്ഷയ്ക്കായി 1800ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ അമ്പലപ്പുഴ, കുട്ടനാട്, ചേർത്തല, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മുൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ദേശീയ ഉത്തരവാദിത്ത ടൂറിസം സംരംഭമായ പര്യതൻ മിത്രയ്ക്കും പര്യതൻ ദീദിക്കും തുടക്കം കുറിച്ച് ടൂറിസം മന്ത്രാലയം. എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള തൊഴിൽ സാമ്പത്തിക പുരോഗതിക്ക് ടൂറിസം രംഗത്തെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് 2024 മികച്ച വിനോദസഞ്ചാര ഗ്രാമങ്ങൾക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു.
കേരളത്തിൽ നിന്ന് ഉത്തരവാദിത്ത ടൂറിസത്തിൽ കടലുണ്ടിയും കാർഷിക ടൂറിസത്തിൽ കുമരകവും തിരഞ്ഞെടുക്കപ്പെട്ടു. 8 വിഭാഗങ്ങളിലായി 36 ഗ്രാമങ്ങളാണ് മത്സര വിജയികളായത്. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയുടെ കരുത്ത് വിളിച്ചോതുന്ന കേരള ട്രാവൽ മാർട്ടിലേക്ക് ഞായറാഴ്ച പൊതുജനങ്ങൾക്ക് സൌജന്യ പ്രവേശനം. പരിപാടിയിൽ നാളെ ദേശീയ അന്തർദേശീയ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകൾ, വാണിജ്യ കൂടിക്കാഴ്ചകൾ തുടങ്ങിയവ നടക്കും. 76ഓളം രാജ്യങ്ങളിൽ നിന്നും 25ലേറെ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ട്രാവൽ മാർട്ടിന്റെ ഭാഗമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്തുടനീളം സ്വച്ഛതാ ഹി സേവ അഭിയാനുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം വൃക്ഷത്തൈ നടീൽ പ്രചാരണവും സജീവമാണ്. സംസ്ഥാനത്തും വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും സ്വച്ഛതാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ അഭിയാനുമായി ബന്ധപ്പെട്ട് മാതാ അമൃതാനന്ദമയിയുടെ വാക്കുകളിലേക്ക്. പ്രകൃതിയും മനുഷ്യനും ഒന്നാണ്. മനുഷ്യൻ പ്രകൃതിയുമായി അകലും തോറും അവന്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് പ്രകൃതി സംരക്ഷണവും പരിപാലനവും മാറ്റി നിർത്തിക്കൊണ്ട് സുസ്ഥിര വികസനം സാധ്യമല്ല. അങ്ങനെ ഒരു വികസനം പ്രായോഗികമാക്കാൻ കുറെ കോൺഫറൻസുകളും ചർച്ചകളും സംവാദങ്ങളും നടത്തിയതുകൊണ്ടോ നിയമനിർമ്മാണം നടത്തിയതുകൊണ്ടോ മാത്രം സാധിക്കില്ല. അതിന് മനുഷ്യന്റെ മനോഭാവം മാറണം. മനസ്ഥിതി മാറ്റിയാൽ പരിസ്ഥിതി നമുക്ക് മാറ്റിയെടുക്കാം. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. DNA പരിശോധനയിലൂടെയാണ് സ്ഥിരീകരണം. നാളെ രാവിലെയോടെ മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കർണാടക പോലീസിൽ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് മൃതദേഹവുമായി എത്തുന്ന ആംബുലൻസിന്റെ സുരക്ഷാ ചുമതല നൽകിയിട്ടുണ്ട്. കാർവാർ MLA സതീഷ് സെയിൽ ആംബുലൻസിനെ അനുഗമിക്കും. കേരള ഹിന്ദി പ്രചാരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹിന്ദി പക്ഷാചരണത്തിന് നാളെ സമാപനം. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇടുക്കിയിൽ മറയൂർ, കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാനകളെ തുരത്താൻ നടപടിയുമായി വനം വകുപ്പ്. പ്രദേശത്ത് സമാനതകളില്ലാത്ത വിധം കാട്ടാന ശല്യം രൂക്ഷമായതോടെയാണ് നടപടി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ജനവാസ മേഖലകളിൽ നിന്നും കാട്ടാനകളെ തുരത്താനുള്ള നടപടികളുടെ ഭാഗമായി കൂടുതൽ വനംവകുപ്പ് ജീവനക്കാർ പ്രദേശത്തെത്തി വിവിധ ടീമുകളായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം. ഇതിനു പുറമെ വനാതിർത്തികളിൽ സംരക്ഷണ വേലി ഉടനടി സ്ഥാപിക്കും. വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് തീറ്റയും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും. വനാതിർത്തികളിൽ വെച്ച് തന്നെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ വാച്ചർമാരെ നിയമിക്കും. സൗരോർജ്ജ വേലികളുടെ അറ്റകുറ്റപ്പണികളും ഉടനടി നടത്തുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിൽ. കാൺപൂരിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ഗോവയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. PV അൻവർ MLA വലതുപക്ഷത്തിന്റെ കൈയിലെ ആയുധമായി മാറിയെന്നും CPM-ന് ഇനി അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിയെ സ്നേഹിക്കുന്നവർ രംഗത്ത് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ MV ഗോവിന്ദൻ. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട MLA ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഒഴിഞ്ഞുമാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDF പ്രതിഷേധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവം ഗൌരവതരവും അപലപനീയവുമാണെന്ന് മന്ത്രി R ബിന്ദു. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് മന്ത്രി നിർദ്ദേശം നൽകി. ചെമ്മാപ്പള്ളി സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 1ാം നിലയിലെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനിയെ പൂട്ടിയിട്ടതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തെ വെല്ലുവിളികൾക്കെതിരെ കേരളം സ്വീകരിച്ച മാർഗ്ഗങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിലും ബയോടെക്നോളജിയിലും മുന്നേറ്റത്തിനുള്ള വഴി തുറന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൃത്യമായ ചികിത്സ തേടണമെന്ന് മന്ത്രി വീണ ജോർജ്. എയർപോർട്ടുകളിൽ അവബോധം ശക്തിപ്പെടുത്താനും നിർദ്ദേശം. വള്ളംകളി ആവേശത്തിനൊരുങ്ങി പുന്നമടക്കായൽ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. രാജ്യത്തെ മികച്ച വിനോദസഞ്ചാര ഗ്രാമങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം സ്വന്തമാക്കി കടലുണ്ടിയും കുമരകവും. കർണാടകയിലെ ഷിരൂരിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം കോഴിക്കോട് സ്വദേശി അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചു. മൃതദേഹം നാളെ വീട്ടിലെത്തിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.